ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS, LDC പോലെയുള്ള എക്സാമിനേഷൻസിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വന്നു. ഈ പറയുന്ന ഇത് രണ്ടും ഒരൊറ്റ പ്രിലിംസ് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ജൂലൈ 18 എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാം, മിക്ക 10th പ്രിലിംസ് എക്സാമിനേഷൻസിനും കട്ട് ഓഫ് 70 എബവ് ഒക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 2 months പ്ലസ് കുറച്ച് ഡേയ്സ് ആണ് നിങ്ങൾക്ക് പ്രിലിംസിന്റെ പ്രിപ്പറേഷനിലുള്ളത്. നമുക്കറിയില്ല ഫസ്റ്റ് സ്റ്റേജ് ആണോ വേറെ ഏതെങ്കിലും സ്റ്റേജിലാണോ എന്നുള്ളത്. നമ്മൾ കണക്കാക്കുന്നത് എല്ലാം ഫസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പഠിക്കേണ്ട രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഈ 10th പ്രിലിംസിന്റെ എക്സാമിനേഷനിൽ 70 എബവ് ഒക്കെ സ്കോർ ചെയ്യാൻ സഹായിച്ച കാര്യങ്ങൾ കൂടാതെ ഞാൻ കുറച്ച് അഡീഷണൽ കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സേഫ് സ്കോറിംഗിലേക്ക് എത്തണ്ടേ, ഒരു ഗ്രേറ്റർ ദാൻ 75 എക്സ്പെക്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുക, പരിശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാരണം നമ്മളുടെ മനസ്സിൽ എക്സാം എഴുതി കഴിയുമ്പോൾ ഇന്ന സ്കോർ എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ടൈമിലാകുമ്പോൾ മെയിൻസ് വരും. മെയിൻസ് എന്ന് പറയുന്നതിൽ വ്യത്യാസം, നമ്മുടെ ലക്ഷ്യം ടോപ്പ് റാങ്ക് എന്നുള്ളതാണ്. പക്ഷെ പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്സാണ്. അപ്പോൾ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഈ ടോപ്പ് റാങ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ പഠിച്ചെടുക്കണം. കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ തീർച്ചയായിട്ടും കുറച്ചധികം സമയം വേണം. അപ്പോൾ പ്രിലിംസ് ഓൾറെഡി എഴുതി കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ടോപ്പ് റാങ്ക് നേടുകയും ചെയ്യാം. സോ ഇതൊക്കെ സംഭവിക്കണം അല്ലെങ്കിൽ നടക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു നിമിഷം നമ്മൾ എടുക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു തീരുമാനങ്ങളും നമ്മൾ എന്തൊക്കെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള പഠനത്തിൽ ചേഞ്ചുകൾ വരുത്തണം എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് 70 എബവ് ഒക്കെ സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാമത്തെ ആൾ ആര് തന്നെയാണ്? ഒബ്വിയസ്ലി മാത്സ് ആണ്. മാത്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ 2021 മുതൽ 25 വരെയുള്ള ഈ പ്രിലിംസിന്റെ പേപ്പേഴ്സ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് മാത്സിന്റെ ആ ഒരു ലെവൽ മനസ്സിലാക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസിന്റെ എങ്ങനെയാണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ 21 തൊട്ട് 25 വരെയുള്ള PYQs എന്ന് പറയുന്നത് മാത്സിന് മാത്രമല്ല നിങ്ങളുടെ ബാക്കിയുള്ള പോർഷൻസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഞാൻ വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഈ 21 മുതൽ 25 വരെയുള്ള പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ, എസ്പെഷ്യലി 10th പ്രിലിംസ് ഒക്കെ ഓരോ വർഷത്തെയും കുറേയധികം സ്റ്റേജസിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ വർഷത്തെയും അത്രയും പേപ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ കുറേയധികം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ വെൽ സെറ്റ് ആകും. നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് കയ്യിലില്ലാത്തവരുണ്ട് എങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ മാത്സിൽ നിങ്ങൾ ഇതിൽ ഓരോ പോർഷനും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നോക്കി ഇവിടെ ഒരു 2 വിഭാഗങ്ങളിലായിട്ട്, അതായത് മെന്റൽ എബിലിറ്റിയും സാധാരണ മാത്സിലുമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 16 വിഷയങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിലെട്ടും ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ ദിവസവും വെച്ച് നോക്കിയാലും തീരില്ലേ. ഓരോ ഏരിയ വെച്ച് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ഓരോ ടൈപ്പുകൾ ഉണ്ടായിരിക്കും. അതായത് ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ ടൈപ്പുകൾ കാണാൻ പറ്റും. അത് വ്യക്തമായി പഠിക്കുക. PYQs കൃത്യമായി ചെയ്യുക. സോ ഔട്ട് ഓഫ് 20 നിങ്ങൾക്ക് ഒരു 17 എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. സോ 100ൽ 17 നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന അടുത്ത ഏരിയ ആണ് നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന സംഭവം. ഇത് 10 മാർക്സ് വെച്ചിട്ടാണ്. ഈ ഫിസിക്കൽ സയൻസിലാണ് ഫിസിക്സും കെമിസ്ട്രിയും വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷേ അതിൽ സംഭവം ഇതിൽ മാർക്കിംഗ് കുറവാണെങ്കിലും ഇതിൽ മാർക്സ് കൂടുതലാണെങ്കിലും നിങ്ങൾ ഇതിൽ ഈസി ആയിട്ട് നിങ്ങൾക്കിത് അധികം വലിയ എഫേർട്ടൊന്നും നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല. ഈസി ആയിട്ട് ഈ 20 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അൺലെസ് ആൻഡ് അൺടിൽ ഡിലീഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്കൊരു റിസ്ക് എടുക്കേണ്ട, ഒരു 18 കിട്ടും എന്ന് വിചാരിക്കുക ഔട്ട് ഓഫ് 20 ഈ ഒരു ഏരിയയിൽ. അതിന് ഏറ്റവും നിങ്ങളെ സഹായിക്കുന്നത് SCERT ആയിരിക്കും. 5 തൊട്ട് 10 വരെയുള്ള കംപ്ലീറ്റ് SCERT ചാപ്റ്റേഴ്സ്, സയൻസിന്റെ തീർച്ചയായിട്ടും സയൻസ് വിഭാഗമാണ് ഇത് വരുന്നത് അല്ലേ. SCERT പോർഷൻസ് ആണ് ഇതിൽ നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്. 17ഉം 18 മാർക്സ് വെച്ച് 35 മാർക്സ് നമ്മൾ സെറ്റാക്കിയേ. ഇനി ബാക്കിയുള്ള മാർക്സ് ഞാനതിൽ കറണ്ട് അഫയേഴ്സിൻ്റെ 10 മാർക്സും റിനൈസൻസ് ലീഡേഴ്സ്, അതുപോലെ തന്നെ നമുക്കിവിടെ നദികളുടെ കുറച്ച് സംഭവം വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് ഈ പറയുന്ന ദേശീയഗാനം, ദേശീയഗീതം പോലത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഹോൾഡിൽ വെക്കണം. അത് പഠിക്കാനുള്ള വഴി ഞാൻ പറയാം. ഓക്കെ, ഇതിൽ ബാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിവിടെ ഇന്ത്യൻ ജിയോഗ്രഫി ആണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ബാക്കി ഈ പറഞ്ഞ ഇതിലത്തെ ഈ 40 മാർക്കിന്റെ റിസർവ് വെച്ചിട്ടുള്ള പോർഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് റിനൈസൻസ് റീഡേഴ്സ്, കേരള ജിയോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഏരിയാസിൽ നിന്നുള്ളതും ഇൻക്ലൂഡിങ് അതിലത്തെ കുറച്ച് ഏരിയാസും നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് SCERT തന്നെയാണ്. 5 തൊട്ട് 10 വരെയുള്ള കംപ്ലീറ്റ് SCERT ചാപ്റ്റേഴ്സ് നിങ്ങൾ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് പഠിച്ചെടുത്തിരിക്കണം. വേണ്ടത് മാത്രം, നമ്മുടെ സിലബസിന് വേണ്ടത് മാത്രം. കാരണം നിങ്ങൾ വലിയ വലിയ റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത് വരെ കേട്ടിട്ടുണ്ടാവും SCERT മാത്രം പഠിച്ചു പോയവരുണ്ട് ഹിസ്റ്ററിക്കൊക്കെ വേണ്ടിയിട്ട്. കാരണം കുറേയധികം അഡീഷണൽ ഫാക്ട്സ് ഇവർ പുതിയ ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, പാർട്ട് 1, പാർട്ട് 2 എന്നും പറഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് കിടക്കുന്നുണ്ട് 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളിൽ. അത് ഓരോ വിഷയത്തിനുണ്ട്. ഇനി 9, 10 എത്തുമ്പോൾ സോഷ്യൽ സയൻസ് 1, 2, അതിൽ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞുള്ള സെപ്പറേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിന് പാർട്ട് 1, പാർട്ട്
ഇതിൽ പലതിലും ടെക്സ്റ്റിൽ ഇപ്പോൾ സയൻസിൻ്റെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. കാരണം പ്രവർത്തനം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾ പഠിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറച്ച് എന്താണ് എക്സ്ട്രാ ഒരു ക്ലാസ് ഒക്കെ കേട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെലവൻസ് ഞാൻ പറഞ്ഞു തരേണ്ട. കഴിഞ്ഞ കുറച്ചധികം എക്സാമിനേഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് കുറേയധികം കാര്യങ്ങൾ SCRT-യിലെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാനൊക്കെ 9ാം ക്ലാസ്സിൽ ഒരു ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് അവർ 3-4 ചോദ്യങ്ങൾ എടുത്തത്. നോക്കി 3-4 ചോദ്യമൊക്കെ ഒരു ചാപ്റ്ററിൽ നിന്ന് എടുക്കുന്നു. സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ച് റിവൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ SCRT ക്ലാസ്സിന് നിങ്ങൾക്ക് ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് വ്യക്തമായിട്ട് കേട്ട് പഠിച്ച് അത് തന്നെ വീണ്ടും, കാരണം ചിലവർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും, ഫോണിൽ PDF ഒക്കെ കേട്ട്. അപ്പോൾ ക്ലാസ് കേട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഞാനൊക്കെ അങ്ങനത്തെ ഇതുള്ള ഒരാളാണ് കേട്ടോ. കാരണം എനിക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ ഫോണിൽ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാവും, അല്ലാതെ എന്താണ് കുറേ കാര്യങ്ങളുടെ ഇടയിൽ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ക്ലാസ് കേട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ SCRT ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനിത് കംപ്ലീറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വെറുതെ വായിച്ചു വിടുകയല്ല, നമ്മൾ എക്സ്ട്രാ ഫാക്ട്സും കൂടെ ഞാൻ അതിൽ പറയുന്നുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ വരുമോ അതിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ടെക്സ്റ്റിൽ വെറുതെ ഇങ്ങനെ ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നതിൻ്റെ അഡീഷണൽ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കതും അറിയണമല്ലോ. സോ ദാറ്റ് നമുക്ക് എന്താണ് ഒരു സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇനി ഞാൻ പറഞ്ഞു SCRT പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോർഷനിൽ നിന്ന് കംപ്ലീറ്റ് മാർക്സ് കിട്ടും. ഈവൻ ഇതിൽ നിന്നും കുറച്ചധികം മാർക്സ് ഒക്കെ കിട്ടും നമുക്ക്. ഓക്കെ, റിനൈസൻസ് ലീഡേഴ്സിൽ നിന്നാണെങ്കിലും ഒക്കെ കിട്ടും. പക്ഷേ അവിടെ എക്സ്ട്രാ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണ്, മോക്ക് ടെസ്റ്റുകൾ മാക്സിമം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ചെറിയ ചെറിയ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, ഓരോ കുട്ടി ഏരിയാസിൽ നിന്നും മാക്സിമം ചോദിക്കാൻ പറ്റുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, കാരണം നമ്മൾ പഠിക്കുമ്പോൾ കുറേ അങ്ങനെ പഠിച്ചു പോകും, പക്ഷെ അതിന് എന്തൊക്കെ വരുമെന്ന് നമുക്കൊരു ഐഡിയ വേണ്ടേ. സോ എത്ര കുറേ അധികം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എലോങ് വിത്ത് PYQ. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ 150+ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി വേറെ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എക്സ്ട്രാ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് ഓരോ ചെറിയ ഇപ്പോൾ റിനൈസൻസ് ലീഡേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ റിനൈസൻസ് ലീഡറിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് വരിക. ഒരു സർട്ടൻ നമ്പർ ഓഫ് പോർഷൻസ് ഒരു ടെസ്റ്റ് സീരീസിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നുണ്ടാവും. അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഒരു ടെസ്റ്റ് സീരീസിൽ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ 150-ൽ പരം ടെസ്റ്റ് സീരീസിൽ കുറേയധികം ചോദ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ, ഓക്കെ, അതായത് മോർ ദാൻ 1500 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എന്താണ് പഠിച്ചെടുക്കാനും മെമ്മറൈസ് ചെയ്യാനും പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം കാര്യങ്ങൾ, ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോഴാണ് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് സഹായകമാകും. ഓക്കെ, അപ്പോൾ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി നോക്കുന്നവരുണ്ടാവും, PC ബുള്ളറ്റ് നോക്കുന്നവരുണ്ടാവും, അല്ലാതെ ഏതെങ്കിലും സോഴ്സിലൂടെ പഠിക്കുന്നവരുണ്ടാവും. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ അതായത് ആ ഒരു എക്സാമിന് മുമ്പുള്ള മാസം വരെയുള്ളത് കൃത്യമായിട്ട് നോക്കുക, ഫോളോ ചെയ്യാം. പിന്നെ എൻ്റെ കോഴ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ CAയുടെ ക്യാപ്സ്യൂൾ നോട്ട് പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കുറച്ച് ആരും കാണാൻ സാധ്യതയില്ലാത്ത കുറച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ഒരു ഇത്ര പേജസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് PDF. ഓക്കെ, അത് നിങ്ങളുടെ യൂഷ്വൽ CA പഠനത്തിനോടൊപ്പം ഒന്ന് കൈ റെഫറൻസ് എന്നുള്ള രീതിയിൽ വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ഓൾ ടുഗദർ നമ്മൾ അത്യാവശ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണ്, നേരത്തെ പറഞ്ഞ 35-ന്റെ പ്ലസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു 45+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. കാരണം നമ്മൾ പഠിക്കുന്നത് അങ്ങനത്തെ ലെവലിൽ നിന്നാണ്. നമുക്കിപ്പോൾ കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയാണ് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനും ശ്രമിക്കണം. അപ്പോൾ ഈ 2 months പ്ലസ് കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഇതുവരെ നോക്കിയില്ല എന്നുള്ളതല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് ഒക്കെ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഓരോ സ്റ്റേജിൻ്റെ ടഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഏരിയാസ് പഠിക്കാൻ എത്രത്തോളം എഫേർട്ട് ഇട്ടു, എത്രത്തോളം കാര്യങ്ങളെ സ്മാർട്ടായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ്, എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതും ആലോചിച്ച് നിൽക്കാതെ വേഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം ടൈം ആൻഡ് ടൈം എന്ത് ചെയ്യില്ല, ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല അല്ലേ. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. കുറേയധികം കാര്യങ്ങൾ ചെയ്യാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ളതിലേക്കാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മണിക്കൂർ പഠിക്കണം, 18, 16 എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചാലും അത് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് എന്താണ് കാര്യത്തെ വേണ്ടത് മാക്സിമം PYQs സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത്രയും മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ട് ഓക്കെ, വേണ്ട നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ്, അതിൻ്റെ മെറ്റീരിയൽസ് ഏതൊക്കെയാണോ, ഇപ്പോൾ നിങ്ങൾക്കൊരു റാങ്ക് ഫയൽ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു റാങ്ക് ഫയൽ പ്ലസ് SCRT, അത്യാവശ്യം ഈ PYQs, മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക, കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കി പോവുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു.
ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റേതായ രീതിയിലുള്ള എൻ്റെ സജഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. ഇനി അറിയാത്തവരുണ്ട് എങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയുന്നതാണ് കേട്ടോ. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.